ഹേ ഗായ്സ്, ഹാപ്പി ന്യൂ ഇയർ. ഈ ഒരു 2025 ഒരു അടിപൊളി കൊല്ലമായിട്ട് മാറ്റാൻ വേണ്ടി എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഈ ഒരു വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ന്യൂ ഇയർ ഡേ ഇൻ മൈ ലൈഫാണ്. ന്യൂ ഇയർ അല്ലേ, കുറച്ച് നന്നാവാം എന്ന രീതിയിൽ ഞാൻ രാവിലെ തന്നെ എണീച്ചു. ഒരു 5:30 ഒക്കെയാണ് എണീച്ചത്. പക്ഷേ വീഡിയോ എടുത്തപ്പോൾ 5:45. അപ്പോൾ 5:45 എണീച്ച് പല്ലൊക്കെ തേച്ച് പിന്നെ അങ്ങനെ തന്നെ ഞാൻ കുളിച്ചു, തല കുളിച്ചു, വേഗം തലയൊക്കെ കുളിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ രാവിലെ തന്നെ എണീച്ച് കുളിക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ കുളിച്ച് ഒരു മാറ്റം വരുത്തി. എന്നിട്ട് പിന്നെ ഞാൻ ജനലൊക്കെ ഓപ്പൺ ചെയ്തിട്ടു. നല്ല തണുപ്പുണ്ടായിരുന്നു. കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. അപ്പോഴത്തേക്കും നല്ല വാം വാട്ടർ അമ്മ ചൂടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം എടുത്ത് കുടിച്ചു. നല്ല രസമുണ്ടായിരുന്നു. രാവിലെ എണീക്കുന്ന ദിവസം നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പോഴാണ് ഓർത്തത് കുറച്ചെന്തെങ്കിലും നന്നാവണ്ടേ. അങ്ങനെ പിന്നെ അന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബയോളജി. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ബയോളജി പഠിക്കലായിരുന്നു. അങ്ങനെ ബയോളജി കുറച്ച് നേരം ഇരുന്ന് പഠിച്ചു. അപ്പോഴത്തേക്കും 6:22 ആകുമ്പോൾ ഇരുന്നത്. അപ്പോൾ ഞാൻ പഠിച്ച് വരുമ്പോഴത്തേക്കും ഒരു 7 മണി അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു, 7:30 അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ എനിക്ക് വിഷ് ചെയ്തവർക്കൊക്കെ റിപ്ലൈ ഒക്കെ കൊടുത്തു, യൂണിഫോമൊക്കെ ഇട്ടു, എന്നിട്ട് ഹെയറൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ രാവിലെ കപ്പയാണ് ഉണ്ടായത്, അത് കഴിച്ചു. പിന്നെ അമ്മ നല്ല അടിപൊളി സേമിയ പായസം വെച്ചിട്ടുണ്ടായിരുന്നു, അത് കുടിച്ചിട്ട് സ്കൂളിൽ പോയി വന്നതിന് ശേഷം ഞാൻ വിളക്ക് വെക്കുന്നതാണ് ഈ കാണുന്നത്. അതിനുശേഷം കുറച്ച് നേരം പേപ്പറൊക്കെ വായിച്ചു. എന്നിട്ട് പിന്നെ ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്തു. പിന്നെ ഇന്ന് ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ രാത്രി വരുമ്പോൾ പൊറോട്ട മേടിച്ചിട്ട് വന്ന് നല്ല അടിപൊളി ചൂട് പൊറോട്ടയും അതൊക്കെ കഴിച്ചു. എന്നിട്ട് പിന്നെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു നമ്മുടെ ക്രാഫ്റ്റ് ചാനലിന് വേണ്ടിയിട്ട്, SR ക്രാഫ്റ്റ് ആൻഡ് ക്രിയേഷൻസ്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൂ നമ്മുടെ ന്യൂ ഇയർ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി നല്ല അടിപൊളി ഹാപ്പി ന്യൂ ഇയർ.